നമസ്കാരം. കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് MSF മനഃപൂർവ്വ അലങ്കോലമാക്കി എന്നതിന്റെ തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇന്നിപ്പോ അവരുടെ പ്രധാന ആരോപണം ഞങ്ങളുടെ UUC കാണാനില്ലേ, ഞങ്ങളുടെ UUC SFI തട്ടിക്കൊണ്ടുപോയി എന്ന നിലയ്ക്കുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടാണ് ഇന്നിപ്പോ സർവകലാശാലയിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിനെ മനഃപൂർവ്വ അലങ്കോലപ്പെടുത്താനായിട്ട് MSF പരിശ്രമിച്ചത്. ആ കാണാനില്ലാത്ത UUC ഇപ്പോൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കോൾ ദൃശ്യം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയിൽ വോട്ട് ചെയ്യാനേ വന്നിട്ടില്ലെന്ന് ആ UUC പറയുമ്പോൾ ഇന്ന് ഇവർ ഉണ്ടാക്കിയ നാടകം എന്തിനു വേണ്ടിയാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടും. എന്തായി ഞാനുണ്ട് അറിയത്തിലുണ്ട്. ഞങ്ങക്ക് അവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷന് പോകാൻ കഴിഞ്ഞിട്ടാ. എനിക്കറിയുള്ളൂ കഥ. ഞാനിവിടെ ഉത്സവം എനിക്ക് അതെല്ലാം അറിയുന്നില്ല. ഞാൻ അങ്ങനെ ചെറിയ പ്രശ്നമായിട്ട് ബാക്കിയിട്ടുണ്ട്. അതിനോട് എനിക്ക് ഇലക്ഷൻ പോയത് ഞാൻ നേരണ്ട്. എനിക്ക് വേറെ അങ്ങനെ എത്താൻ ടൈം കിട്ടിയില്ല. ഇവിടെ ബാക്കിയാണ് ഞാൻ തീർക്കാണ്ട് കുറച്ച് പ്രശ്നം. 2 ദിവസം ഞങ്ങളുടെ UUC എവിടെ എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രശ്നം. ആദ്യം അതൊരു മെയിലായിരുന്നു, പിന്നെ അത് ഫീമെയിലായി, പിന്നീട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബാലറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എന്ന പല നാടകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അവർ വളരെ ഗൂഢാലോചന നടത്തി ഒരു പദ്ധതി ആവിഷ്കരിച്ച് കണ്ണൂർ സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് അത് അട്ടിമറിക്കാനുള്ള പരിശ്രമമാണ് നടത്തിയെന്ന് ബോധ്യപ്പെടുന്നില്ലേ? ഒരു ചെറുപ്പക്കാരനെ കാണാനില്ല, അയാളെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ തട്ടിക്കൊണ്ടുപോയി എന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് അവിടെ ആവശ്യമില്ലാത്ത സംഘർഷങ്ങൾക്കും പ്രകോപനങ്ങൾക്കും തുടക്കമിട്ടുകൊണ്ട് SFIക്കാരാണ് ഈ ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി എന്ന ഇല്ലാ കഥ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യാത്ത കാര്യം ആരോപിക്കുമ്പോൾ പ്രകോപനം ഉണ്ടാകുമോ ഇല്ലയോ? അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SFIക്ക് വലിയ സ്വാധീനമുള്ള ഒരു സർവകലാശാലയിൽ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് വളരെ സമാധാനപരമായി നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അതിന്റെ മറവിൽ നിന്നുകൊണ്ട് ആ സർവകലാശാലയിലെ SFIക്കാരുടെ മേൽ കുതിര കയറാൻ ശ്രമിച്ചതാണ് ഇന്ന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചിലപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്തു എന്ന് വരില്ല. എന്നിരുന്നാലും കാണാതെ പോയേ എന്ന് നിലവിളിച്ച അതേ UUC അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല, അദ്ദേഹം തന്റെ സ്വകാര്യ ആവശ്യത്തിന് പോയി എന്നുള്ള കാര്യമാണ് അതിലൂടെ പറയുന്നത്. അപ്പോ എന്താണ് മനസ്സിലാക്കേണ്ടത്? നേരത്തെ പ്ലാൻഡ് ആയിരുന്നു. അവിടെ നമുക്ക് യൂണിയൻ കിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? മറ്റ് ജില്ലകളിൽ നിന്ന് കുറച്ച് ഗുണ്ടകളെയും ക്രിമിനലുകളെയും ബസ്സിൽ കയറ്റി കൊണ്ടുവന്ന് അവിടെ ഇറക്കി അലമ്പുണ്ടാക്കണം, ക്യാമറകളെ വിളിച്ചു വരുത്തി അതെല്ലാം ഷൂട്ട് ചെയ്യിച്ച് അവർക്ക് വാർത്താ കച്ചവടവും നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം ഇതിന്റെ പേരിൽ ഒരു ക്രെഡിറ്റും ഒപ്പിക്കണം. ഞങ്ങളാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത്. ഒരുമാതിരി നെഗറ്റീവായിട്ട് നേതാക്കന്മാരാകാനുള്ള MSF നേതാക്കന്മാരുടെ നെറുകെട്ട പ്രവർത്തനമാണ് അവിടെ നടന്നതെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. എന്തായാലും ആ UUC നാടകം പൊളിഞ്ഞപ്പോൾ ഇനി മറ്റെന്താണോ എടുത്ത് പുറത്തിടാൻ പോകുന്നു എന്ന് വരും സമയങ്ങളിൽ കണ്ടിരിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടില്ല, തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഒരു സംഘർഷ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കിയതാണ് ഇന്ന് അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതിന് തിരിച്ച് SFI പ്രതികരിച്ചപ്പോൾ SFI ഇതാ ഞങ്ങളെ തല്ലുന്നേ കൊല്ലുന്നേ, ഞങ്ങൾ ഇതാ ഇരകളാക്കി മാറ്റി ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് തോന്നിവാസങ്ങൾ അങ്ങ് വിളിച്ചു പോവുകയായിരുന്നു. അപ്പോ ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി UDSFന്റെ നേതൃത്വത്തിൽ സർവകലാശാലയിൽ നടത്തിയ ഒരു നാടകം അതിന്റെ ചുരുളഴിയുകയാണ് കാണാതായ ആ UUCയുടെ പ്രതികരണത്തിലൂടെ എന്ന് പറയേണ്ടി വരികയാണ്. എന്തായി ഞാനുണ്ട് അറിയത്തിലുണ്ട്. ഞങ്ങക്ക് അവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷന് പോകാൻ കഴിഞ്ഞിട്ടാ. എനിക്കറിയുള്ളൂ കഥ. ഞാനിവിടെ ഉത്സവം എനിക്ക് അതെല്ലാം അറിയുന്നില്ല. ഞാൻ അങ്ങനെ ചെറിയ പ്രശ്നമായിട്ട് ബാക്കിയിട്ടുണ്ട്. അതിനോട് എനിക്ക് ഇലക്ഷൻ പോയത് ഞാൻ നേരണ്ട്. എനിക്ക് വേറെ അങ്ങനെ എത്താൻ ടൈം കിട്ടിയില്ല. ഇവിടെ ബാക്കിയാണ് ഞാൻ തീർക്കാണ്ട് കുറച്ച് പ്രശ്നം. 2 ദിവസം